നാത്തൂനെ പത്രം എവിടെ പത്രം? ഇതെന്താ? ഇത് ഒന്നുമില്ല. ഇതൊന്നിനാണ് നീ പെട്ടിയൊക്കെ കെട്ടിപ്പറക്കുന്നത്? എങ്ങോട്ടെങ്കിലും യാത്രയുണ്ടോ? ആവോ, എനിക്കറിയാൻ പാടില്ല. പിന്നെ നിനക്കല്ലാതെ പിന്നെ ആർക്കറിയാം? അമ്മയ്ക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ക്ലീറ്റോനോട് ചോദിക്കും. വീണ്ടും വഴക്കെന്താ ഉണ്ടാക്കിയിട്ടുണ്ട്. ദാണ്ട നാണം കെട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ട് തിരിച്ച് പട്ടിയപ്പോൾ ഇവിടെ കയറേണ്ടി വരുന്നു. അതിനേക്കാളും മര്യാദയ്ക്ക് ഇവിടെ നിൽക്കുന്നതാണ് നിനക്ക് നല്ലത്. ഞാനല്ല പോണത്. പിന്നെ ക്ലീറ്റോ ചേട്ടൻ പോയാൽ പിന്നെ തിരിച്ചു വരൂലട്ടാ. ദേ ഞങ്ങളെ കണ്ടുപിടിക്കേ. എന്ത് വഴക്കുണ്ടെങ്കിലും ഞങ്ങൾ എത്ര സന്തോഷമായിട്ടാ ജീവിക്കണേ അല്ലേ അമ്മ? പിന്നെ അല്ലാതെ നിനക്കൊന്നും തലയ്ക്ക് വെളിവില്ലേ? ഈ അമ്മ എന്തറിഞ്ഞിട്ട് ഇത് അങ്ങനെ ക്ലീറ്റോ വഴക്കിട്ട് പോണതല്ല. പിന്നെ പുറത്താരോടെങ്കിലും പറയോ? എന്തോന്ന് നീ കാര്യം പറ. ഇതെന്തോന്ന് പറഞ്ഞാ ക്ലീറ്റോ തന്നെ വഴക്ക് പറയും. ക്ലീറ്റോ പറഞ്ഞ പുറത്താരോടും പറയരുതെന്നാ. എടി പുറത്ത് ആരോടും പറയുന്ന ഞാൻ നാട്ടുകാരോടും ആരോടും പറയരുതെന്നാ. കുടുംബത്തിലുള്ളവർക്ക് പറയുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇവളോട് പറഞ്ഞ നാട്ടുകാരോട് പറഞ്ഞ പോലെ ആയില്ലേ? ചുമ്മാ പറയരുത് കേട്ടോ അമ്മ. കുടുംബശ്രീയുടെ മീറ്റിങ്ങിനൊന്നും പോയി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയണം നാത്തൂന്, അല്ലാതെ ഞാനൊന്നും അല്ല. നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കണ്ട. നീ കാര്യം പറ. പുറത്താരോടെങ്കിലും പറയോ? ദേ ഒരു ഒറ്റ കുത്തുവെച്ചിട്ടെ ഞാൻ കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞേ. കുറെ നേരം അതെ, ഒരു സന്തോഷമുള്ള കാര്യ. എന്താ? ക്ലീറ്റോനെ കേന്ദ്രമന്ത്രിയാക്കാൻ പോണു. കേന്ദ്രമന്ത്രി ഒന്ന് പോന്നാത്തൂനെ അവിടുന്ന് തമാശ പറയണേ. വിശ്വസിക്കണ്ട അമ്മേ, സത്യാണെന്ന്. ദേ ഇന്ന് നേരം വെളുത്തപ്പോ ക്ലീറ്റോന്റെ ഫോണില് 10 മിസ് കോള്. ആരുടെയാ? മെയിൻ മന്ത്രിയുടെ കേന്ദ്രത്തിലെ. സത്യം? ക്ലീറ്റോ അപ്പൊ തന്നെ തിരിച്ചു വിളിച്ചു. എന്താന്നറിയണ്ടേ, നേരം വിളിക്ക് ഇത്ര 10 മിസ് കോളൊക്കെ. അപ്പൊ പറയാണ് എത്രയും വേഗം നീ ഇവിടെ എത്തണം, പ്രശ്നമാണെന്ന്. എന്താ പ്രശ്നം? ഈ റബ്ബറിന്റെ പ്രശ്നങ്ങളൊക്കെ നടക്കാണല്ലോ. ക്ലീറ്റോ ഏതാ പാലാക്കാരനല്ലേ? അപ്പൊ റബ്ബറിന്റെ കുറെ പരിഹാരമൊക്കെ ക്ലീറ്റോ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിപ്പോ ചെന്ന് പറഞ്ഞു കൊടുക്കണം, കൂടെ മന്ത്രിയാക്കുകയും വേണം. അതാണ് എന്റെ നാത്തൂനെ. അത് എങ്ങനെയാ മന്ത്രിയാക്കണേ? അല്ല അമ്മേ, ഈ മെയിൻ മന്ത്രി ഇല്ലേ, പുള്ളി ഇടയ്ക്കിടയ്ക്ക് കേരളത്തിലൊക്കെ വരുമല്ലോ. ഇവിടെ കാലെടുത്ത് വെച്ച ആ നിമിഷം വിളിക്കും ക്ലീറ്റോനെ. അപ്പൊ കാണണം. ക്ലീറ്റോ ചെന്നാലോ കെട്ടിപ്പിടുത്തമായി, തമാശ പറയലായി, കളിയായി, ചിരിയായി, ഒരു സ്വസ്ഥതയും കൊടുക്കൂല. വീട്ടിലോട്ടും കൂടി വിടൂലല്ലോ ഇങ്ങോട്ട്. പിന്നെ ചുമ്മാ ഇതുവരെ ക്ലീറ്റോ ചേട്ടൻ നമ്മളോടൊന്നും ഇത് പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ അതിന് നാട് നീളെ പറഞ്ഞോണ്ട് നടക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങള്. നിന്റെ കെട്ടിയം പോസ്റ്റ് കാരണം നീ പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും ഇതിനെ കുറിച്ച് ഒന്നും വിശ്വസിക്കാതെ. ശരിക്കും ക്ലീറ്റോ ചേട്ടൻ മന്ത്രിയൊക്കെ ആവോ? ക്ലീറ്റോന് മന്ത്രിയാവാൻ പറ്റില്ലേ? അതൊക്കെ ജീവനാന്ന്. അല്ലെങ്കിൽ ഇവിടെ എത്രയോ ആൾക്കാരുണ്ട്, ആരെങ്കിലും വിളിച്ചോ? അല്ലേ അറിയാനൊക്കത്തില്ല. അവൻ മന്ത്രിയാവും. അവന്റെ മുഖലക്ഷണം അതാണ്. ചിലപ്പോ എനിക്കും തോന്നിയിട്ടുണ്ട് അവന്റെ ആ ഗാംഭീര്യം ഒക്കെ കാണുമ്പോ ഒരു മന്ത്രിയുടെ ഒരു ഇതില്ലയോന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കിടന്നുറങ്ങണതോ മന്ത്രി കിടന്ന പോലെ തന്നെ തന്നെ. അതാണ്. ഹലോ, നടരാജ എന്താ നടരാജ? നടരാജ, ഈ പറയുന്ന പോലെ സാരി വാങ്ങാനല്ല ഞാൻ പോകുന്നത്. 5000 രൂപയുടെ സാരി 1000 രൂപയ്ക്ക് കിട്ടുമോ? അത് കിട്ടിക്കോട്ടെ, അതിലിപ്പോൾ ഞാൻ എന്ത് വേണം? 50,000 രൂപ സാരി എൻ്റെ നടരായ 1,00,000 രൂപയുടെ സാരി ചിലപ്പോൾ അവിടെ 1000 രൂപയ്ക്ക് കിട്ടിയെന്നിരിക്കും. ഞാനിപ്പോൾ ഡൽഹി പോകുന്നത് സാരി വാങ്ങാനല്ല കേട്ടോ. ഞാൻ പാർട്ടിയുടെ അടിയന്തരമായ മീറ്റിങ്ങിന് പോകണം. നീ പാർട്ടിക്കാരനോട് നിനക്ക് എല്ലാം അറിയാം, ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാ സാരി വാങ്ങലല്ല എൻ്റെ പണി. നീ കളിക്കല്ലേ, എനിക്കിപ്പോൾ അതിനുള്ള സമയമല്ല. നീ ഇനിയിപ്പോൾ എത്ര രൂപ തരാമെന്ന് പറഞ്ഞാലും എനിക്ക് പറ്റില്ല നടരാ. നീ വെച്ചാലാ. എന്തൊരു കഷ്ടമാണ് ഡൽഹി പോകണം. ഇതാണ് ഞാൻ ആരോടും പറയരുത് എന്ന് പറഞ്ഞത്. അല്ല ഡൽഹി പോണ കാര്യം നീ പറഞ്ഞ അല്ല അമ്മയിന്ന് ഇപ്പം കുഴപ്പമില്ല. എന്ത് കഷ്ടമാണ് ആളുകൾക്ക്. ഡൽഹി പോകുന്നത് അറിഞ്ഞ ഉടനെ പിന്നെ ഡൽഹിയിൽ അതിന് വില കുറവാണ്, ഇതിന് വില കുറവാണ്. ഇപ്പം വിളിച്ചേക്കാം നടരാജൻ, അവൻ്റെ ഭാര്യയ്ക്ക് സാരി വേണം. അവിടെ 50,000 രൂപയുടെ സാരി 5000 രൂപയ്ക്ക് കിട്ടും, 5000 രൂപയുടെ സാരി 1000 രൂപയ്ക്ക് കിട്ടും. സാരി വേണം, പൈസ തരാൻ ഞാൻ പോണ അതിനല്ലേ. അല്ല ക്ലീറ്റോ ചേട്ടാ, 5000 രൂപയുടെ സാരി 1000 രൂപയ്ക്ക് അവിടെ കിട്ടുമോ? കിട്ടുമായിരിക്കും. ഇതൊക്കെ പലരും പറയുന്നുണ്ട്. ഞാൻ പോണെന്ന് പറഞ്ഞ പാർട്ടിക്കകത്ത് തന്നെ എല്ലാരും അതിനൊക്കെ ഉള്ള തയ്യാറെടുപ്പ്. നാത്തൂനെ ഡൽഹിയിലൊക്കെ തുണിക്ക് വിലക്കുറവായിരിക്കും. ക്ലീറ്റോ ചേട്ടാ വരുമ്പോ എനിക്കും കൂടി സാരി മേടിക്കോ? യവന്തി, ഞാൻ ഇപ്പൊ ഒരാളോട് പറഞ്ഞു വെച്ചതുള്ളൂ. ഞാൻ പോകുന്നത് എന്ത് തിരക്കിട്ട കാര്യത്തിനാണ് ഞാൻ പോണത് അറിയാലോ. അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. ഒരു ദിവസം കൂടി എക്സ്ട്രാ അവിടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടിട്ട് കുറച്ച് സാരി മേടിക്കും. എനിക്കൊരു 5 സാരി വേണം 5000-ന്റെ. എനിക്ക് ഒരു 5 സാരി വേണം. അമ്മയ്ക്ക് പൈസ? അയ്യോ, പൈസയൊക്കെ ഞാൻ തരാം. അങ്ങനെയാണെങ്കിൽ ഞാനും തരാം ക്ലീറ്റോ 5000 രൂപ. എന്തെങ്കിലും പൈസ ഉണ്ടോ?
അല്ല ഞാനേ വേറൊരു കാര്യമുണ്ട്. ഞാൻ മേടിച്ചുകൊണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എന്തെങ്കിലും കണ്ട കളർ എനിക്ക് ഒരു ഇതുണ്ട്, അത് വെച്ച് ഞാൻ മേടിക്കാൻ അവസരം ഇഷ്ടപ്പെടാതെ വന്നാൽ പിന്നെ അത് അതൊന്നും സാരമില്ല. ഇനി അഥവാ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇരട്ടി വിലക്ക് ഞങ്ങൾ അങ്ങോട്ട് വിൽക്കും. അതെ, ഈ എല്ലാ സാരിയും ഞങ്ങൾക്ക് അങ്ങ് കൊടുക്കാനല്ലല്ലോ. കനകന്റെ ഭാര്യ തന്നെ കേട്ടോ, അതിനിടയ്ക്ക് കച്ചവടം അവള്. ക്ലീറ്റോ ആ മെയിൻ മന്ത്രിനോട് പറഞ്ഞാൽ മതി, പുള്ളിക്കാരൻ നല്ല വില കുറവുള്ള സ്ഥലമൊക്കെ തരും. അയാളെ ഒന്നും ഇതിൽ ബുദ്ധിമുട്ടിക്കാനൊന്നും പറ്റില്ല. പിന്നെ ഞങ്ങൾ ആ ബന്ധം പോകും. ഇതിപ്പോ അവിടെ പോയിട്ട് അയാളുടെ പേഴ്സണൽ സ്റ്റാഫ് ഒരു കക്ഷിയുണ്ട്, അയാളെ പിടിച്ച് നോക്കാം. പിന്നെ ഞാൻ സാധനം മേടിച്ചോണ്ടിരുമ്പോ അത് ഇഷ്ടപ്പെട്ട മോങ്ങൾ ഇങ്ങനെ ചുളിച്ച് കാണിക്കരുത്. ക്ലീറ്റ് ചേട്ടനോട് പറഞ്ഞില്ലേ അത് ഞങ്ങള് വിൽക്കൂന്ന്. ഒരെണ്ണമെങ്കിലും നല്ലത് കൊണ്ടുവന്നാ മതി, അത് ഉടുത്താ മതി. സമ്മതിച്ചാ നിങ്ങളൊക്കെ ഇങ്ങനെ നിർബന്ധിച്ച ഞാൻ ഇത് വേറെ ഇനി ആരോടും പറയരുതേ. ഞാനിങ്ങനെ സാരി മേടിക്കണമെന്ന്. ഇതിപ്പോ ഇപ്പൊ തന്നെ എനിക്ക് ഒരുപാട് അവസാനം ഞാൻ ഒരു ലോറി നിറഞ്ഞ സാരി ആയിട്ട് വരേണ്ടി വരും. ഇല്ല പറയില്ല. ഞാൻ പോയി പൈസ എടുത്തോണ്ടേ. പൈസ ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വരും. അതിന് ഞാൻ പൈസ എടുത്തു തരാം. ഞാനിപ്പോ വരാട്ടെ, പൈസ അതെ, മാന്യമായിട്ട് 10 രൂപ ചോദിച്ചു ഒരാറ്റയാണോ തരത്തില്ല. അപ്പൊ എന്നെ കൊണ്ട് മനഃപൂർവ്വം കള്ളം ചെയ്യണല്ലേ. വരട്ടെ, എല്ലാവർക്കും ഞാൻ സാരി മേടിച്ചോട്ട് വരും.